ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ കുറേ ചെറിയ ചെറിയ ടിപ്സുകളാണ്. അതായത് നമുക്ക് വീട്ടിൽ കാരയെല്ലാം മുഖത്തൊക്കെ വന്നിട്ട് മുഖക്കുരുവിനെല്ലാം നമ്മൾ ടിപ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് മുഖക്കുരുവിനുള്ള ടിപ്സൊന്നുമല്ല, നമ്മുടെ മുഖത്ത് കാരയൊക്കെ വന്ന് മുഖക്കുരു വന്ന് ആകെ കോളമായിട്ട് കാരയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ആ കാര മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ സാധാരണ എന്ന് വെച്ചാൽ മുഖത്ത് ക്ലീനപ്പ് എല്ലാം ചെയ്ത് ഈ കാര എടുത്ത് കളഞ്ഞ് കുത്തിയെടുത്ത് കളയല്ലേ. അപ്പോൾ അത് അവിടെ പാടായി, പിന്നെ അത് കുഴിയായി, അങ്ങനെയെല്ലാം മാറാറുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നുമല്ല ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത്. നാരങ്ങയുടെ നീരൊക്കെ എടുത്ത ശേഷം എന്ന് വെച്ചാൽ നമ്മളെല്ലാം തനി നാടൻ ടിപ്സുകളാണ് പറയുന്നത്. അതായത് പാലെടുത്തിട്ട് അതിൽ നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച ശേഷം അതുകൊണ്ട് മുഖം കഴുകുക. അത് ഏറ്റവും നല്ലൊരു ടിപ്സാണ്. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാൻ പോകുന്നത്. കാരണം നാരങ്ങ നീര് പാലിൽ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അതുകൊണ്ട് മുഖം കഴുകുക, അതൊരു ടിപ്സാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് മുഖക്കുരുവെല്ലാം വന്ന് നല്ല കാരയൊക്കെ പഴുത്ത് അതിൻ്റേതായ ആ ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്നവർക്കിത് വളരെ നല്ലൊരു റിസൾട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിൾ എടുത്ത ശേഷം അതിൻ്റെ നീരിൽ മഞ്ഞൾപ്പൊടി ചാടിച്ച് മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ചാൽ പൈനാപ്പിൾ നമ്മൾ കഴിക്കാനും യൂസ് ചെയ്യും. ചില ആൾക്കാർ മുഖത്ത് അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാർക്കും പൈനാപ്പിൾ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുമെന്നുള്ളത് വളരെ ഇതാണ്, അറിയത്തില്ല. അപ്പം നമുക്ക് അതിൻ്റെ നീരെടുത്ത ശേഷം മഞ്ഞൾപ്പൊടിയായിട്ട് കലർത്തിയ ശേഷം അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ വളരെ നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 വേപ്പിലേര തണ്ടല്ല ഇല എടുത്ത ശേഷം അത് വെള്ളത്തിൽ തിളപ്പിച്ച ശേഷം അത് കുടിക്കുകയാണെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ചർമ്മരോഗങ്ങൾക്കെല്ലാം നല്ല ബെസ്റ്റായിട്ടുള്ളൊരു റെമഡിയാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കൊത്തി എരിഞ്ഞെടുത്തതിന് ശേഷം അതിനെ ചൂടാക്കി അതിനാവി കയറ്റി അതിനൊന്ന് കിഴിയാക്കി നമ്മുടെ മുഖത്തെല്ലാം വെച്ച് പിടിച്ചു കൊടുത്താൽ നമ്മൾ ഈ മുഖക്കുരു വന്ന് കാരയായിട്ട് നിൽക്കുന്ന ആ പഴുപ്പ് പോലുള്ള അതെല്ലാം പോയി മുഖം നല്ല ക്ലീനാവും. അതുപോലെ അരിപ്പൊടി ഇതുപോലെ ആവി കയറ്റിയ ശേഷം അരിപ്പൊടി കൊണ്ട് ഒന്ന് കിഴി കെട്ടിയ ശേഷം കോട്ടൺ തുണിയിൽ കെട്ടിയ ശേഷം അതൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താലും വളരെ നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ 1 സ്പൂൺ കടല എണ്ണ എടുത്ത ശേഷം 1 സ്പൂൺ നാരങ്ങ നാരും കൂടെ ചേർത്ത് മുഖത്ത് തേച്ച് കൊടുത്താൽ നമുക്ക് മുഖക്കുരും കറുത്തപാടും എല്ലാം ഇളകി അങ്ങ് പോകുന്നതായിരിക്കും. അത് വളരെ നല്ലൊരു ടിപ്സാണ്. ഇനി എള്ള് വെള്ളത്തിൽ അരച്ചെടുത്ത ശേഷം അത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ അരച്ചെടുത്ത ശേഷം അത് കിഴിയിട്ട് അലർജിയുള്ള ഭാഗത്ത് വെച്ച് കൊടുത്താൽ തൊലിയിലെല്ലാം ഒപ്പിക്കൊടുത്താൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരുപാട് ചെറിയ ചെറിയ ടിപ്സുകളാണ് ഞാനീ പറഞ്ഞതെല്ലാം. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളെ പപ്പായയുടെ കുരുവും അതേപോലെ തൊലിയും വെച്ചും കൊണ്ട് അതിൻ്റെ ആ മാംസളമായ ഭാഗത്തു നിന്നുള്ള നീര് അത് വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ നീര് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഖക്കുരുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ടിപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പല ടിപ്സുകളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി ഒരു 10 ദിവസം, ഒരു ദിവസം ചെയ്തെന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടത്തില്ല. ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയ ശേഷം ആ 10 ദിവസം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല റിസൾട്ട് കിട്ടും. മുഖക്കുരുവുള്ള ആൾക്കാർക്ക് ഇത് കണ്ട ശേഷം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വിടാതെ നിങ്ങളിതുപോലെ ടിപ്സ് ചെയ്ത് നോക്കുക. ചെയ്യുന്നത് നല്ലൊരു ഫലമാണിത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇനി ഞാൻ പുതിയ ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. പുതിയ വീഡിയോ നിങ്ങൾക്ക് ബൈ.